Welcome back to our YouTube channel Sambar and Steps. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ രണ്ടത്താണിയിലാണ് ഇന്നലെ വൈകിട്ടാണ് വന്നത്. 2 ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ കുഞ്ഞുവാവി ഉള്ളതാണ് ഇവിടെ. അപ്പോൾ 2 ദിവസം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ എത്തിയതാണ് കേട്ടോ. രാവിലെ തൊട്ട് നല്ല മഴയാണ്. ഇടയ്ക്കൊന്നൊരു ചെറുതായിട്ടൊന്ന് വെയിൽ വരും, അപ്പോഴന്നെ മഴ. പിന്നെ ഇപ്രാവശ്യം മഴ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുമില്ലല്ലോ. മഴ ഒന്ന് ചെറുതായിട്ട് തോർന്നപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയേ. അപ്പോൾ നമ്മൾ ഭയങ്കരത്തെ പോലെയല്ല, ഇവിടെ മുറ്റം മണ്ണായതുകൊണ്ട് തന്നെ ഒരുപാട് പുല്ലുകളും ഇതൊക്കെ അങ്ങനെ മുക്കുറ്റി പൂവ് അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിഞ്ഞ് നിൽക്കണമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കൗതുകമുള്ളൊരു കാഴ്ച പോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പച്ചപ്പ് ഇങ്ങനെ വീഡിയോയിൽ പകർത്താൻ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം അതൊന്ന് എന്താ പറയുക ഷൂട്ടിംഗ് അപാരത അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹം എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ചുവന്ന ചീരണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അമ്മ ചോറിലേക്കുള്ള കറി ഉണ്ടാക്കി തന്നിരുന്നു ഈ ചീര കൊണ്ട്. അപ്പോൾ നമ്മൾ ചോറ് തുറക്കുന്ന സമയത്ത് നല്ല ഇപ്പോൾ ഇന്നത്തെ ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ ഒരു കളർ, അതുപോലെയാണ് ആ ചോറിൻ്റെ കളർ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഗമയാണ് നമുക്ക് ആ ലഞ്ച് ബോക്സ് തുറക്കുന്ന സമയത്തേ. നമുക്കിവിടെ വീട്ടിലേ ഒരു 4-5 പപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്ന ആളാണ് റോക്കി. പിന്നെ നമ്മൾ പാവല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു റോസി എന്ന് പറഞ്ഞ ഒരു പട്ടിക്കുട്ടീനെ കൂടി നമ്മൾ വീട്ടിലേക്ക് വാങ്ങി. പിന്നെ അവരെ മക്കളായി അങ്ങനെ വലിയൊരു കുടുംബമാണ് ഇപ്പോൾ അവർ. അപ്പം ഞാൻ അങ്ങനെ കരുതി ഞാൻ എൻ്റെ തറവാട്ടിലേക്കൊന്ന് പോവാം, അപ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് ഒന്ന് കാണിച്ചു തരാം, എല്ലാവരെയും പരിചയപ്പെടുത്തി തരാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ തറവാട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ്. ഇതെൻ്റെ അച്ഛൻ്റെ ഒരു അനിയൻ്റെ വീടാണ് കേട്ടോ. പക്ഷെ അവിടെ വാതിലൊക്കെ അടച്ചിരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയിട്ടുമില്ല, അവിടെ ആരും ഇല്ല തോന്നുന്നു. അപ്പം ഞാൻ ആ ചെടി കണ്ടപ്പോൾ ഞാനതങ്ങനെ നല്ല ഭംഗിയുണ്ട് ആ പൂക്കൾ കാണാൻ. അപ്പം ഞാൻ അതങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. ഇത് നമ്മൾ തറവാട്ടിലേക്ക് പോണ വഴിയിലുള്ള ഒരു വീടാട്ടാ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാട്ടോ, നേരെ താഴെയുള്ള അനിയൻ്റെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ചിത്രങ്ങളിങ്ങനെ പകർത്തി അങ്ങനെ ചെറുച്ചൻ്റെ വീട്ടിലെത്തിയിട്ടോ. കൺമണി പൂവേ കണ്ണാ പാടുക. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാക്കെ. ഇത് ലാലേട്ടൻ്റെ ഫാനാ അത് മമ്മൂക്കേൻ്റെ ഫാനാ? ആര് ഫാനാ? ആര്? ഒന്നുകൂടി. നാളെ എന്നാ വിചാരിക്കണത്. അങ്ങനെ നമ്മൾ എൻ്റെ തറവാട്ടിലെത്തി. അപ്പോൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ വീട്. എൻ്റെ കല്യാണമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോൾ വന്നാലും ഞാൻ ഈ നീലത്താമര
വീഡിയോ എടുക്കും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അച്ചു കുപ്പായിട്ടിട്ടില്ലല്ലോ. നമ്മളെ മണിക്കൂട്ടാൻ ആൻറ്റിക്ക് എങ്ങനെ തുറക്ക? യോയോ എന്താ കോഴിയോ? ഹായ്, ചെറിയച്ഛൻ്റെ ഫാമിലി ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. ഇത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. ഇത് അച്ഛനും അച്ഛമ്മയാണ് കേട്ടോ. പിന്നെ അവിടെ ഷോക്കേസിൽ കുറച്ച് എന്താ പറയുക ട്രോഫികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പറയുന്നത് ഇതൊന്നല്ല ഇതിനെക്കാട്ടിലുണ്ടെന്ന്. അപ്പോൾ ചെറിയച്ഛൻ്റെ വൈഫാട്ടോ ചെറിയമ്മ. ഇത് മോളാണ് ആതിര. ഇതിൻ്റെ അച്ഛൻ്റെ നേരെ താഴെ അനിയൻ്റെ വൈഫാണ്. അപ്പോൾ അവർ ചായ തന്നാട്ടെ എനിക്ക്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് വിശക്കുണ്ടായിരുന്നു. രാവിലെ ചായ കുടിച്ചല്ലേ, ഏകദേശം 1 മണിക്കായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ചോറുണ്ണാൻ അതിനു വാ പറഞ്ഞിട്ട്. ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴാണെങ്കിൽ നല്ല മഴയും. നല്ല മഴ കേട്ടോ പെയ്ത്, നല്ല ചുവന്ന വെള്ളം. അങ്ങനെ ഞാൻ നമ്മളെ വീട്ടിലെത്തി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.